ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇതുവരെ സംഭവിച്ചത്, എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ എന്തായിരുന്നു, അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്തായിരുന്നു, അതിൽ നിന്നെല്ലാം ആൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ ഒരു പേഴ്സൻ്റെ അനുഭവങ്ങൾ അവരെ മാറാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ തീർച്ചയായിട്ടും നമ്മൾ കല്ലുകടി ഉണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടാക്കിയിട്ടുള്ള തേർഡ് പാർട്ടീസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിനിടയിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടീസ് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നാളും ഈ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതും ഒരുപാട് വിഷമിച്ചിട്ടുള്ളതും നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കും ഇതേ അനുഭവങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പേഴ്സണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അങ്ങനെയുള്ള പലരും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്ന വ്യക്തി ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നും കൂടി ബലപ്പെടുത്തുന്ന മറ്റു പല വ്യക്തികളോ കാര്യങ്ങളോ ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിന്ന് വരാം. കാരണം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നുണ്ട്, മറ്റൊരാളുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു ഫൂളിനെ പോലെ ഈ ഒരു പേഴ്സൺ എടുത്തു ചാടി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എടുത്തുചാട്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജീസ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും അതിനകത്ത് എപ്പോഴും ഇണക്കങ്ങൾ മാത്രമല്ല, തീർച്ചയായിട്ടും പിണക്കങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ടാവുന്നതാണ്. ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. ആരുടെയും റിലേഷൻഷിപ്പ് ഒരു കുഴപ്പമില്ലാതെ കംപ്ലീറ്റ്ലി അങ്ങനെ വടി പോലെ പോകുന്നു എന്ന് പറയുന്നത് പോലെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സണെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മാത്രം വില കൊടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നശിപ്പിച്ചു എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലുള്ള കുറ്റബോധം ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കൊണ്ട് ഉണ്ടായിട്ടുള്ള വഴക്കുകളല്ല, മറിച്ച് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് ചിലപ്പോൾ ഈ പറയുന്ന തേർഡ് പാർട്ടീസ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പല സാഹചര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് നമുക്ക് കാണാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ഈ ഒരു പേഴ്സൺ ഒരു എടുത്തുചാട്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടത്തി, അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് നല്ല രീതിയിൽ വിഷമിക്കുന്നുമുണ്ട്. അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നല്ല രീതിയിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ അതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത്രയധികം ഒരു വർത്തമാനവും സംസാരവും ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ തീർത്തും മറ്റൊരു സ്റ്റേജിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി വേറെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ ഒരു പേഴ്സൺ വളരെ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പിടിതരാതെ മാറി നിന്നതായിരിക്കാം. അപ്പോൾ ചിലരുടെ കേസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഉപദ്രവവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം.
പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആദ്യ കാലങ്ങളിൽ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം പെരുമാറിയിട്ടുള്ളത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഇതിൽ നിന്ന് പിന്മാറില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് തന്നിട്ടായിരിക്കാം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഏത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു ആംഗിളിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ കാലം മാറുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തി തീർത്തും തേർഡ് പാർട്ടി പറയുന്ന വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുവരെ തന്നിരുന്ന ആ ഒരു അഷുറൻസും കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പിൻവലിച്ച് മറ്റൊരു വ്യക്തിയായിട്ട് മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു ഡബിൾ ഫേസ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ഈ ഒരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെക്കാളും മികച്ച് നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ നല്ലൊരു വ്യക്തിയെ പാർട്ട്ണറായിട്ട് ഈ ഒരു പേഴ്സണ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ കാണാറുണ്ട്, ഇപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്കുള്ള ഒരു അസൂയ കൊണ്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും, ഓ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ല ആൾക്കാർ വേറെ ഉണ്ട്, ഇതിനേക്കാൾ എത്രയോ നല്ല ചെക്കനുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ല പെണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നമ്മളുടെ ഭാഗത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോ പറയുന്നത് പോലെ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും പെരുപ്പിച്ച് കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഇവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും സ്നേഹമൊന്നും അവർക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പേഴ്സൻ്റെ സെൽഫ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഇവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് യാതൊരു മാച്ചും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ ഇവരുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി. ഇപ്പോൾ ഇവരുടെ ഒരു ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടി എങ്കിൽ, നിങ്ങൾ അവരുമായിട്ട് വിവാഹം പ്ലാൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും സ്യൂട്ടല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലേക്ക് വരാനായിട്ട് ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഡ്വൈസസും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രഷർ, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം എന്ന് തന്നെ നമുക്ക് പറയാം, എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു റിയൽ ലവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം എന്താണ് ഈ ഒരു വ്യക്തിയോട് ഉള്ളത്, എന്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഒരു അപ്പിയറൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട്, ആരാണ് കൂടുതൽ കാണാൻ ഭംഗി, ചിലരാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ആയിരിക്കും, ചിലരാണെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിനകത്ത് ഫിനാൻഷ്യലി മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന വ്യക്തി പലരും ഒന്ന് കുറച്ച് കാണിക്കും, അവരുടെ പൈസ കണ്ടിട്ട് കൂടെ കൂടിയതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ സൗന്ദര്യം അവരാണ് മികച്ചു നിൽക്കുന്നതെങ്കിൽ അവരുടെ സൗന്ദര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും സൗന്ദര്യമുള്ള വേറെ വ്യക്തിനെ കിട്ടിയാനേലോ എന്തിനിവര് എന്നുള്ള ഇതെല്ലാം മറ്റുള്ളവരുടെ ഉള്ളിൽ ഇഞ്ചെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ലോ പോയിസൺ പോലെ കയറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഭൂരിഭാഗം വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ചാഞ്ചാട്ടം വരും, അല്ലെങ്കിൽ എൻ്റെ ചോയ്സ് തെറ്റായി പോയെന്നുള്ളൊരു തോന്നലായിരിക്കും. അതിനിടയിൽ നിങ്ങൾ തമ്മിലൊരു ക്ലാഷസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട, പൂർത്തിയായി, അതും കൂടി ആളുടെ മനസ്സിനകത്ത് കിടക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു മറ്റുള്ളവരുടെ ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു പ്രഷർ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ആഫ്റ്റർ ഓൾ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അറ്റ് ദി എൻഡ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ എടുത്തില്ല. അതിന് പകരമായിട്ട് മറ്റുള്ള പല കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, നോ കോൺടാക്റ്റിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പിലേക്കായിരിക്കാം പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വലിയ വാല്യൂ തരാതെ മാറിപ്പോയ ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു എടുത്തുചാട്ടവും നടത്തി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുള്ള ഈ ഒരു പേഴ്സണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇവരെന്തൊരു ഫൂളായിരുന്നു എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എടുത്തു ചാടി ചെയ്ത ആ ഒരു ആക്ട് അതൊരു ഫൂളിഷ് ബിഹേവിയർ ആയിരുന്നു എന്ന ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട്. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രാപ്പ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ട്രൂ കളർ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വ്യക്തികൾ ആരാണെന്നുണ്ടെങ്കിലും ഇവരുടെ നന്മ ആഗ്രഹിച്ചല്ല ഇതൊന്നും പറഞ്ഞതും ചെയ്തതും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരു അവയർനെസ് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇതെന്നുള്ളത്.
ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി നേരത്തെ ഇവരുടെ ഒരു വെൽവിഷറായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കുരുക്കുകൾ ഈ ഒരു പേഴ്സൺ ചെയ്തു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇതൊരു ട്രാപ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി ഞാൻ വിശ്വസിക്കുന്ന പോലെയുള്ള ഒരാളല്ല എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ആയിരിക്കാം. അപ്പം ഇത്രയും നാളും നിങ്ങളാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ടതും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്ന ഈ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് വിഷമം അനുഭവിച്ചതൊക്കെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണും കറന്റ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവരുടെ ഒരു കർമ്മയായിരിക്കാം. പലപ്പോഴും നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു അനന്തരഫലം, അല്ലെങ്കിൽ ആ ഒരു കർമ്മ നമ്മൾ അനുഭവിക്കാനുള്ള ആ ഒരു സമയം ഒരുപാട് വിദൂരമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ ഒരു കർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല നമ്മൾ എന്തിൻ്റെ കർമ്മയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സമയത്തെല്ലാം നമ്മൾ നല്ല രീതിയിലായിരിക്കാം പെരുമാറുന്നത്. വളരെ വർഷങ്ങൾക്ക് മുൻപായിരിക്കാം എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും മോശപ്പെട്ട അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളൊരു പിടി കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു തെറ്റ് ചെയ്തു അധികം നാളാവുന്നതിന് മുൻപ് തന്നെ അതിനുള്ളൊരു ശിക്ഷ നമ്മളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരാളെ ചീറ്റ് ചെയ്തു, നമ്മൾ വേദനിപ്പിച്ചു, നമ്മൾ അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ച് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഒരു റിയലൈസേഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ക്ലാഷസോ സെപ്പറേഷനോ ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവണമെന്നില്ല, കുറച്ച് നാളുകളെ ആവാനുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ഈ ഒരു പേഴ്സണ് അതിനുള്ള എന്താ പറയുക, അവരുടെ ഒരു ബാഡ് കർമ്മ അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പം തന്നെ ഒരുപാട് നാളുകൾ കാത്തിരിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിൽ നിന്ന് പോയി വർഷങ്ങൾക്ക് ശേഷം വേദന അനുഭവിക്കാനും ഈ ഒരു പേഴ്സണ് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ. പക്ഷെ ഇവർക്ക് ഉടനടി എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോരം വേദന സഹിച്ചു കാണും എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇവർക്ക് കഴിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൂടി കൊണ്ടായിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയല്ല. ഒരുപാട് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഈ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട്, മാനസികമായിട്ട് തളരുന്നുണ്ട്, ഒരു സ്വസ്ഥമായിട്ട് ചിലപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നുണ്ടാവില്ല, ആകെ ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ അവരുടെ ഒരു ഹെൽത്ത് വൈസും ചിലപ്പോൾ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഹെൽത്തി ആയിട്ടോ, അല്ലെങ്കിൽ അത്ര ഒരു ഫിറ്റായിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സൗന്ദര്യമൊക്കെ സംരക്ഷിച്ച് പോകുന്ന ആ ഒരു അവസ്ഥയിലൊന്നുമല്ല. തീർച്ചയായിട്ടും വളരെ മൗഢ്യമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത് എന്നുള്ളത് പറയാം. നേരത്തെ നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, ഒരു പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളും കണ്ടിന്യൂസ്ലി ഇപ്പോഴും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ എങ്കിലും അതിൻ്റെ ഒരു ആക്കം നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സങ്കടം ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഇതിലെല്ലാം മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ട് പിന്തള്ളിക്കൊണ്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷനായിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പമാണ് അവർ, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയതെങ്കിൽ ഒരുപാട് നാളൊന്നും ആ ഒരു തേർഡ് പാർട്ടി അന്ധമായിട്ട് വിശ്വസിച്ചവർ കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു ഫോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ അടുത്തായിരിക്കാം ഒന്നും കൂടി അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പറയുന്നത് പോലെ കല്ല് കടിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇവർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് അത്രയും ആ ഒരു ഡീപ്പായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോഴായിരിക്കാം ഇവരിപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ചെയ്തു പോയതിൽ അത്രത്തോളം കുറ്റബോധം മനസ്സിൽ പേറുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആ ഒരു പുഷിങ് കാണാനായിട്ട് സാധിക്കുന്നത് റീസെൻ്റ്ലിയാണ്. ചില റിലേഷൻഷിപ്പിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പൊരുത്തപ്പെട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില വ്യക്തികൾ, അവർക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ മാക്സിമം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഒരു പക്ഷേ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഹസ്ബൻഡിനോടോ വൈഫിനോടോ പോലും അവർ അത്രത്തോളം വിധേയത്വം കാണിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റുകളും ഇവർക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പല വ്യക്തികളും
ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ടോക്സിസിറ്റി ആയിരിക്കാം ഇതിനകത്ത് നടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അവർക്ക് പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടോളറേറ്റ് ചെയ്യാൻ റെഡി ആണെന്ന് പറയുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഓർക്കും, ഇത്രത്തോളം മറ്റൊരു വ്യക്തിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇനിയും അവർ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് ഇവരുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ അഡ്ജസ്റ്റ് ചെയ്തുകൂടാ എന്ന് പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഓരോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അത്ര ശരിയല്ല എന്നിവർ മനസ്സിലാക്കിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട്. പക്ഷേ ഇത് അത്രത്തോളം ഒരു പീക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പീക്ക് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇവർക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്താനായിട്ട് തന്നെ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരണം, അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെയുള്ള ആ ഒരു തോന്നലിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അത്രയും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്പുറത്ത് നിന്ന് ഉണ്ടായപ്പോഴാണ്. ആദ്യം എല്ലാം അവരത് സഹിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൈലൻസ് എനർജി കാണാം. അത് ആരോടും ചിലപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ആരോട് ഷെയർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അവരൊറ്റയ്ക്ക് തന്നെ അത് സഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ നോക്കിയിട്ടില്ല. അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലായിട്ട് പോലും അവരതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമ്മൾക്കൊരു പിന്നിൽ നിന്ന് കുത്ത് കിട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെയുള്ളൊരു അനുഭവം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും പൊറുതിമുട്ടിയ ഒരു അനുഭവം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവർ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഒരു എനർജിയിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു മൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പക്ഷേ അതുപോലെ സണ്ണിൻ്റെ എനർജി ഉണ്ട്. ആ ഒരു മൂൺ എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് ഒറാക്കിളിനകത്തും വന്നിട്ടുണ്ട്, ടാരോയിലും വന്നിട്ടുണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ആ ഒരു സൺ എനർജി പോലെ ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്കുള്ളൊരു കർമ്മയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ആയിരിക്കാം ആ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങളോട് അവർക്ക് മാപ്പ് പറയണം, അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങളോട് അപ്പോളജി പറയണം എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം എല്ലാവർക്കും ഉണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഏത് വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ലൈഫിലൂടെ തന്നെ അവരും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തിയായിട്ട് തുടർന്നുകൊണ്ട് വരണം. അവർ ചെയ്ത ആ ഒരു എടുത്തുചാട്ടമായിരുന്നു നിങ്ങളിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ. അത് തിരുത്തണം എന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഒരു ഏജ് വൈസ് ഈ ഒരു പേഴ്സൺ ഏത് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പം അത്രയധികം ക്ഷമയുള്ള ഒരു പേഴ്സണായി തീർന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തോടു കൂടി ഇത് കൊണ്ടുപോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ വാശികളോ കാര്യങ്ങളോ എല്ലാം ഇവർക്ക് അത്ര ഭീകരമായിട്ട് ഇവർ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രത്തോളം പ്രഷർ കൊടുക്കുന്നു എന്നല്ല ഇവർ പാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴുള്ള അവരനുഭവിക്കുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതെല്ലാം എത്രയോ ചെറുതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ലൈഫിലൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും നാളും പല പ്രഷർ ഉണ്ടായിട്ടും അവർ അതിനകത്ത് തന്നെ നിന്നിരുന്നു. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരത് സഫർ ചെയ്ത് നിന്ന് പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് വരണം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരിലേക്കുള്ള ആ ഒരു ഡിവൈൻ എനർജി വന്നതുകൊണ്ടായിരിക്കും അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നവർക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിലായിട്ട് എത്ര നാളുകളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ വരുന്നുള്ളതാണ്. ഒരു കോൺടാക്ട് ചെയ്യും എന്നുള്ളത് പറഞ്ഞ് നമ്മളത് ചെറുതാക്കി കളയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പൂർവാധികം ശക്തമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ജസ്റ്റ് ഒരു കോൺടാക്റ്റ് ആയിട്ട് വരാനായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല, ആ ഒരു ലെവലിൽ തന്നെ അത്രയും ഡീപ്പായിട്ട് കാണുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയി പോയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവരുടെ ഒരു മനോഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാൻ സാധിക്കും. അവർ വെറുതെ ഒരു തമാശയ്ക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ കൂടിയേ തീരൂ, നിങ്ങൾ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക. അവരുടെ ഒരു തിരിച്ചു വരവിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.